ഞാൻ സതീഷ് പി കെ, എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മയക്കുമരുന്നിനെതിരെ തുടങ്ങിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ട. പോലീസിലെ ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ എക്സൈസ് വകുപ്പ് മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കൾക്കെതിരെ തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർ. അത് തുടങ്ങിയതിന് ശേഷം കേരളത്തിലാകമാനം 14 ജില്ലകളിലുമായിട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിൽ ഏകദേശം 24,131 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് കേരളത്തിലൊട്ടാകെ ഓപ്പറേഷൻ തണ്ടർ വന്നതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ. അതിൽ 1983 കേസുകൾ എന്ന് പറയുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. 3444 കേസുകൾ എന്ന് പറയുന്നത് അബ്കാരി കേസുകളുമായിട്ട്, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 15,242 കോട്ട്പ പുകയില ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാൻസ്, പാൻ മസാല, പാൻ പരാഗ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിത ഉൽപ്പന്നങ്ങളാണ്. അത് വ്യാപകമായി കടത്തിക്കൊണ്ടുവന്ന് കോട്ട്പ നിയമപ്രകാരം കണ്ടുപിടിച്ചിട്ടുള്ള 15,242 കേസുകൾ എക്സൈസ് വകുപ്പ് ഈ ഓപ്പറേഷൻ തണ്ടർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേരളത്തിലാകമാനം പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 4,616 പേരെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലാകമാനം എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 268 കിലോ കഞ്ചാവ്, 324 കഞ്ചാവ് ചെടികൾ, 292 ഗ്രാം ഹെറോയിൻ, 846 ഗ്രാം MDMA, 924 ഗ്രാം മെത്താഫിറ്റാമിൻ, 185 ഗ്രാം ഹാഷിഷ് ഓയിൽ, 503 ലിറ്റർ ചാരായം, 9,135 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 756 ലിറ്റർ സ്പിരിറ്റ്, 24,925 ലിറ്റർ വാഷ് തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. കോട്ട്പ കേസുകളിൽ നിന്നായി 30.45 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ എക്സൈസ് വകുപ്പിന് കോട്ട്പ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ പിഴ ഈടാക്കാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിഴ ഈടാക്കി കോമ്പൗണ്ട് ചെയ്തിട്ടുള്ള കേസുകളാണ് കോട്ട്പ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ 30.45 ലക്ഷം രൂപ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി കോമ്പൗണ്ട് ചെയ്ത വകയിൽ സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഓപ്പറേഷൻ തണ്ടർ വന്നതിന് ശേഷം കേരളത്തിലാകമാനമുള്ള എക്സൈസിൻ്റെ ഒരു എൻഫോഴ്സ്മെൻറ്റ് പിക്ചർ എന്ന് പറയുന്നത്. ഞാൻ എറണാകുളം എക്സൈസിനെ പ്രതിനിധീകരിക്കുന്ന ഓഫീസർ എന്ന നിലയിൽ എറണാകുളം ജില്ലയിലും വളരെ മികച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 ജൂണിൽ മാത്രം, കഴിഞ്ഞ മാസം 2026 ജൂണിൽ മാത്രം ഈ എറണാകുളം ജില്ലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 972 ലഹരി കേസുകളാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അതിൽ 709 കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 164 കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 121 അബ്കാരി മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അതിൽ അബ്കാരി കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 120 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 146 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ട്പ കേസുമായി ബന്ധപ്പെട്ട് 653 പേരെ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് 144 കിലോ ഹാൻസ്, പാൻ മസാല, പാൻ പരാഗ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ 144 കിലോ കഴിഞ്ഞ മാസം എറണാകുളം ജില്ലയിലെ എക്സൈസ് വകുപ്പ് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് 20 ലിറ്റർ, IMFL 411 ലിറ്റർ, വാഷ് 128 ലിറ്റർ,
ഗഞ്ച പ്ലാന്റ്, ഗഞ്ച ചെടികൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വ്യാപകമായി ഇത് കൊണ്ടുവന്ന് ഉപയോഗിച്ച് വഴിയോരങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഉപയോഗിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ആ വേസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ചെടികൾ പലപ്പോഴും പൊതുശല്യമായി മാറാറുണ്ട്. കാരണം ഒരു കഞ്ചാവ് ചെടിയിൽ നിന്ന് ശരാശരി 6 മാസം കൊണ്ട് ഒരു മൂപ്പെത്തിയ വിളവെടുക്കാൻ പ്രായമായ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 1.5 മുതൽ 2 കിലോ കഞ്ചാവ് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ 61 ചെടികളാണ് അങ്ങനെ കണ്ടെത്തി കേസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എറണാകുളത്തെ നിരക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മറൈൻ ഡ്രൈവിലും മറ്റേ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 ഗ്രാം കഞ്ചാവിന് 500 രൂപ നിരക്കിലാണ് റീറ്റെയിലായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ 10 ഗ്രാമിന് 1000 രൂപ, അങ്ങനെയാകുമ്പോൾ 1 കിലോന് എറണാകുളം ജില്ലയിൽ കഞ്ചാവിന് 1 ലക്ഷം രൂപ റീറ്റെയിൽ വിലയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ചെടി 6 മാസം കൊണ്ട് പൂർണ്ണമായും മൂപ്പെത്തി അത് പൂവും കായും ആകുന്നൊരു സ്റ്റേജിലാണ് അതിനെ കഞ്ചാവായിട്ട് ഉപയോഗിക്കാൻ, ഉണക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1.5 മുതൽ 2 കിലോ കഞ്ചാവ് ഒരു നല്ലൊരു ചെടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും 61 ചെടി എന്ന് പറയുന്നത് മോശമല്ല. ഏകദേശം 61 ചെടിയിൽ നിന്ന് ഏകദേശം പൂർണ്ണമായും വളർച്ചയെത്തുകയാണെങ്കിൽ 100 കിലോ കഞ്ചാവ് വരെ ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെടി വരെ അത് പലപ്പോഴും പബ്ലിക്കും പബ്ലിക് പ്ലേസിലും മറ്റും കാണുന്ന ചെടികളാണ് കൂടുതലും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പൂർണ്ണ വളർച്ചയെത്താനോ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാനോ അനുവദിക്കാതെ കാണുന്ന സ്റ്റേജിൽ അപ്പം തന്നെ നമ്മൾ പോയി കേസെടുത്ത് അതിനുള്ള നടപടി സ്വീകരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 18 കിലോ കഞ്ചാവ്, MDMA 165 ഗ്രാം, മെത്താഫിറ്റാമിൻ 12 ഗ്രാം, ഹെറോയിൻ 68 ഗ്രാം എന്നിങ്ങനെയാണ് കഴിഞ്ഞ മാസം എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും.